വിജേഷിൻ്റെ ഒരു രൂപം ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ അസുഖം വന്നതിന് ശേഷമുള്ള വിജേഷിൻ്റെ രൂപം ശരി, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് രാത്രിയിലാകുമ്പോഴും മിക്ക ദിവസം ഛർദിൽ, നെഞ്ചിൻ്റെ അവിടെയൊക്കെ നീറണം. ഡോക്ടർ പറഞ്ഞ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ അത് അവസ്ഥ കൈവിട്ടു പോകും. വെള്ളം മാത്രം കുടിക്കും, അതും കുറേ കഴിയുമ്പം വീണ്ടും അതങ്ങ് ഛർദിക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് എമർജൻസി ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് ഡോണറെ കിട്ടിയിട്ടില്ല, എത്രയും പെട്ടെന്ന് ഡോണറിനെ കിട്ടണം, അത് മെയിനാണ്. ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്യേണ്ടത്. ഇതിനൊന്നും ഈ അച്ഛനെ കൊണ്ട് നിവർത്തിയില്ല. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് സമീപത്തുള്ള പുറക്കോട് ഇവിടെ ഒരു 32 വയസ്സുകാരൻ്റെ ഗുരുതരമായ ഒരു രോഗാവസ്ഥ. ഇതാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഈ വാർത്തയിലേക്ക് ഞങ്ങളെ എത്തിച്ചത് ഇവിടെ നെടുമങ്ങാട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റ് ഉണ്ട്, റൈഹാൻ ചാരിറ്റി ട്രസ്റ്റ്. അതിൻ്റെ പ്രവർത്തകരാണ് നമ്മളെ ഈ വാർത്ത അറിയിച്ചത്. ഈ വിജേഷിൻ്റെ ഫോട്ടോ ഞങ്ങൾ ഒന്ന് പ്രേക്ഷകരെ കാണിക്കുകയാണ്. വിജേഷിൻ്റെ ഒരു രൂപം ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ അസുഖം വന്നതിന് ശേഷമുള്ള വിജേഷിൻ്റെ രൂപം ഈ ഒരു അവസ്ഥയിൽ. വിജേഷ് വയ്യല്ലേ? ഓ വയ്യ. എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്? ശരി, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വയറൊക്കെ ഭയങ്കര ഇഷ്ടം പോലെ. പിന്നെ രാത്രിയിലാകുമ്പോഴും മിക്ക ദിവസം ഛർദിച്ചിട്ട് നെഞ്ചിൻ്റെ അവിടെയൊക്കെ നീറണം. എനിക്ക് ഇത് മാറണില്ല. എൻ്റെ ഇത് മാറ്റി വയ്ക്കണം. എനിക്ക് ഒട്ടും വയ്യ. സഹോദരങ്ങൾ തമ്മിൽ സ്വത്തും പണവുമൊക്കെ തട്ടിയെടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിരവധി കേസുകളാണ് അത്തരത്തിൽ നമ്മൾ കേട്ടുവരുന്നത്. ഇവിടെ നെടുമങ്ങാട് നടന്ന ഒരു സംഭവം, അത് എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെ ഒരു വിജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. വിജേഷിന് 2013 2 പേർക്കെയും ഫെയിലവറായി. അപ്പോൾ സ്വന്തം സഹോദരനായ ഇദ്ദേഹമാണ് അത് ദാനം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. നിർഭാഗ്യവശാൽ 2018 ആയപ്പോൾ വീണ്ടും അവർക്ക് ഫെയിലവറാവുകയും ഇപ്പോൾ വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ്. അദ്ദേഹം സ്വന്തം സഹോദരൻ വിജേഷ് എന്ന ഒരു 31 വയസ്സുകാരന് സ്വന്തം വൃക്ക, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും അധികമാരും ചെയ്യാറില്ല. സഹോദരങ്ങൾ, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സഹോദരൻ്റെ സ്വത്തും പണവും ഒക്കെ തട്ടിയെടുക്കുന്ന നിരവധി വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഇദ്ദേഹം വിജേഷിൻ്റെ സഹോദരനാണ്. പേരെങ്ങനെയാണ് ചേട്ടൻ്റെ? എൻ്റെ ഹരികുമാർ. എന്ത് ചെയ്യുന്നു? ജോലി എന്താണ്? കൂലിപ്പണിയാണ്. അദ്ദേഹത്തിന് ഒരു പ്രേക്ഷകർ ഞങ്ങൾ എടുത്തു പറയുന്ന ഒരു സംഭവം, അദ്ദേഹം ആ ഒരു കാണിച്ച മനസ്സ്, അദ്ദേഹത്തിൻ്റെ ഒരു വൃക്ക സ്വന്തം സഹോദരനെ ദാനം ചെയ്തു. എന്നിട്ടും ആ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വലിയ മാനസിക പ്രയാസത്തിലാണ് അല്ലേ? അതേ ഉള്ളൂ. വിജേഷ് എന്ന ചെറുപ്പക്കാരൻ്റെ സഹോദരനും അമ്മയും അച്ഛനും ഒക്കെയാണ് ഇവരുടെ സമീപത്ത് നിൽക്കുന്ന ഇവരൊക്കെ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വളരെയധികം മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച കുറച്ച് ചെറുപ്പക്കാരാണ്. ഇവരുടെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങളുടെ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. റൈഹാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ഭാരവാഹിയാണ് അല്ലേ? അതിൻ്റെ പ്രസിഡന്റാണ്. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഷമീർ ഖാനാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? ഞാൻ വന്ന് കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വന്ന് കണ്ടപ്പോൾ പിന്നെ എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട്. കാരണം ഇപ്പോൾ ഞാൻ വന്ന് കണ്ടപ്പോൾ അതിൽ നിന്ന് ശോഷിച്ചു. കാരണം ഇപ്പം വൊമിറ്റിങ് വരുന്നില്ലെന്നേ ഉള്ളൂ, അതുപോലെയാണ് ഇപ്പം തുപ്പുന്നതൊക്കെ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് എമർജൻസി ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഇപ്പോൾ നമുക്ക് ഡോണറെ കിട്ടിയിട്ടില്ല, എത്രയും പെട്ടെന്ന് ഡോണറിനെ കിട്ടണം, അത് മെയിനാണ്. പിന്നെ അതിനുള്ള ബാധ്യതയുണ്ട്, അത്രയും നല്ല എമൗണ്ട് വേണം. അപ്പോൾ അതിനുള്ള സഹായങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ പ്രാർത്ഥനയും എമൗണ്ടും നമുക്ക് നല്ല രീതിയിൽ സഹായിക്കണം. കാരണം നമുക്ക് ഇത് നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇത് പുറം ലോകം അറിയണം. ഇത് കാണുമ്പോഴേ ആ അവസ്ഥയിൽ നിങ്ങൾക്ക് കൈയഴിഞ്ഞ് സഹായിക്കാൻ പറ്റും. ഇത് ആരും ഇത് വിട്ടുപോലും ഒരാൾ പോലും ഇത് തട്ടിക്കളയരുത്. എല്ലാം ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹകരണം ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ആ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു എല്ലാവരും മുന്നിൽ നിന്നും. നമുക്ക് പറയാനുള്ളൊരു. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ വലിയൊരു തുക ആവശ്യമുണ്ടല്ലേ? വലിയൊരു തുക ആവശ്യമുണ്ട്. അതുപോലെ തന്നെ
ഏകദേശം ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന ഒരു തുക? ഏകദേശം എൻ്റെ കണക്കൂട്ടിലാണെങ്കിൽ ഒരു 15 ലക്ഷം രൂപയ്ക്ക് മേളിലോട്ട് ചിലവ് വരുമെന്നാണ് പ്രതീക്ഷ. കൺഫേം ആയിട്ടൊരു എമൗണ്ട് പറഞ്ഞിട്ടില്ല ഡോക്ടർമാർ. അത് പോയിട്ട് ഈ വീട്ടിൻ്റെ അവസ്ഥയും വളരെ ദയനീയമാണ്. ഈ അച്ഛൻ താഴെ പാർക്കിങ്ങിൽ പോയിരുന്ന 200-300 രൂപയാണ് കൂലി കിട്ടുന്നത്. അതുകൊണ്ടാണ് വീട് കഴിഞ്ഞു പോകുന്നത് തന്നെ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ചെറുപ്പക്കാരനാണത്. അയാളെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവരേണ്ട ബാധ്യത നമുക്ക് ഓരോ വ്യക്തിക്കും, കേരളക്കരയിലെ ഓരോ വ്യക്തിക്കുമുണ്ട്. ഈ വിജേഷ് എന്ന ചെറുപ്പക്കാരൻ്റെ അച്ഛനും അമ്മയുമാണ് ഈ കാണുന്നത്. എന്താണ് മകൻ്റെ വേണ്ട അവസ്ഥ? വളരെ ബുദ്ധിമുട്ടായി മാറി. ഡോക്ടർ പറഞ്ഞ എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ അത് അവസ്ഥ കൈവിട്ടു പോകും. നമ്മളെക്കൊണ്ട് ഒരു രൂപയ്ക്ക് നിവർത്തിയില്ല. ആകെ കൂടെ ബുദ്ധിമുട്ടായ. എത്ര വയസ്സുണ്ട്? എനിക്ക് 73 വയസ്സായി. ഈ 73 വയസ്സിലും അദ്ദേഹം ജോലിയെടുത്ത് ആ മകൻ്റെ ചികിത്സയ്ക്കും അതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ചെറുപ്പക്കാർ, അവരുടെ ആ സംഘടന പ്രവർത്തകർ ഇത് അറിയുകയും ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. തീർച്ചയായിട്ടും ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരും ഈ വിജേഷ് എന്ന ചെറുപ്പക്കാരനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം. എനിക്ക് അത്രേ പറയാൻ. അമ്മയാണോ മകൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അതെ, ഞാൻ തന്നെ അവനെ നോക്കുന്നത്. ആഹാരം കൊടുത്ത് അതും എന്തെങ്കിലും കഴിച്ച ഉടനെ അതങ്ങ് ഛർദ്ദിക്കുക. വെള്ളം മാത്രം കുടിക്കും. അതും കുറേ കഴിയുമ്പോൾ വീണ്ടും അതങ്ങ് ഛർദ്ദിക്കുക. ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ പരിസ്ഥിതി. ഇത് കുറക്കോടാണ്. നമ്മുടെ സ്ഥലം നെടുമങ്ങാട് കുറക്കോടാണ്. രോഗിയുടെ ചേട്ടൻ്റെ ഭാര്യയാണ്. കുറച്ച് ദിവസം നാളുകൊണ്ട് ഇങ്ങനെയാണ്. ഇത് നെടുമങ്ങാട് ഗവൺമെൻറ് ആശുപത്രി തൊട്ട് താഴെയാണ്. കുറക്കോട് തെക്കതിൽ വീട്. അച്ഛൻ്റെ പേര് മണികൻ എന്ന അല്ലെങ്കിൽ ചന്ദ്രകുമാർ എന്നല്ല പേര്. അമ്മയുടെ പേര് വാസന്തി. പിന്നെ അവന് 19 വയസ്സിൽ ഇത് ആയി. അത് മാറ്റി വെച്ചതാണ്. ഇപ്പം വീണ്ടും ഇതായതാണ്. ചേട്ടനാണ് കൊടുത്തത്. അവന് 19 വയസ്സാണ്. അപ്പം മാറ്റി വെച്ചിട്ടാണ്. ഇപ്പം വീണ്ടും കുറച്ച് ദിവസം കൊണ്ട് വീണ്ടും 9 വർഷമായി. 9 വർഷമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇപ്പോൾ ചികിത്സയിലിരിക്കുന്നത്. നാളെ വീണ്ടും ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്യേണ്ടത്. ഇതിനൊന്നും ഈ അച്ഛനെ കൊണ്ട് നിവർത്തിയില്ല. ഈ അച്ഛന് ദിവസം കിട്ടുന്ന 200-300 രൂപയാണ് വരുമാനം. അതുകൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് തന്നെ. ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഞങ്ങൾ വന്ന് ആദ്യം കാണുമ്പോൾ തന്നെ അയാളുടെ അവസ്ഥ ഞങ്ങളുടെ കണ്ണ് തന്നെ നിറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ പോലേക്ക് ഓടിച്ചാടി നടക്കേണ്ട ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ കിടക്കുന്ന അവസ്ഥ കണ്ട് നമുക്കും വളരെ വിഷമമാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ജില്ലാ ഹോസ്പിറ്റലിന് സമീപം കുറക്കോട് പഞ്ചമി ക്ഷേത്രത്തിന് സമീപമാണ് ഇവരുടെ വീട്. അപ്പം ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് ഡീറ്റെയിൽസും നമ്പരും നമ്മൾ ചുവടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ അക്കൗണ്ടിൽ തന്നെയാണ് പണം കൈമാറേണ്ടത്. നെടുമങ്ങാട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റൈഹാൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകരാണ് ഈ കുടുംബത്തിനോടൊപ്പം ഇവിടെ ഇവർക്ക് ചുറ്റും നിൽക്കുന്നത്. അവരാണ് ഈ ഒരു സംഭവം ഞങ്ങളെന്ന മാധ്യമത്തെ അറിയിക്കുകയും അവർ രാത്രിയെന്നോ പകലെന്നോ ഒക്കെ ഇല്ലാതെ ഒരുപാട് ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് അല്ലേ? അതിലാണ് നമ്മളെപ്പോലെ ഈ നാടിന് ഉപകാരമായ ചെറുപ്പക്കാരനായി അദ്ദേഹം മാറണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഒരുപാട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മുൻപും ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇടപെട്ട് നിരവധി പേരെ ജീവിതത്തിലോട്ടൊക്കെ മടക്കി കൊണ്ടുവരാനൊക്കെ ഞങ്ങൾക്കറിയാവുന്നതാണ്, ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിനെ കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും കഴിയും. അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോ കണ്ടാൽ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനായിരുന്നു. ഇനിയും നമുക്ക് അതുപോലെ കൊണ്ടുവരാൻ കഴിയുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ സംഘടന മുന്നിട്ട് ഇതിനെ നിൽക്കുന്നത്. അതാണ്. ഓക്കെ, താങ്കളുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അൻവർ. അൻവർ, താങ്കൾ സംഘടനയുടെ രക്ഷാധികാരിയാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു സംഘടന അവരെടുക്കുന്ന ആ ഒരു ഉദ്യമത്തിൽ ഈ വാർത്ത കാണുന്ന ഓരോ പ്രേക്ഷകരും
ഒരു പങ്കാളിയാകണം, കഴിയുന്ന ഒരു സഹായം, ചെറിയ സഹായം, അവർ പറയുന്ന 1 രൂപയായാലും അല്ലേ, 1 രൂപയാണെങ്കിൽ പോലെ നമ്മളാ കഴിയുന്നത് പോലെ ഒരുപാട് എമൗണ്ട് എടുത്ത് പറയുന്നില്ല. നമ്മളാ കഴിയുന്ന പല അവസ്ഥയിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അവരാ കഴിയുന്ന സഹായം എല്ലാവരും ഇതിൽ പങ്കാളിയെ ഒരു കുടുംബം പോലെ ചേർന്ന് നിന്നുകൊണ്ട്, ഇപ്പോൾ ഒരു കുടുംബത്തിൽ നമുക്ക് എങ്ങനെയാണോ സംഭവിച്ചത്, നമ്മുടെ സൗകര്യം ആയാലും എങ്ങനെയാണോ അതുപോലെ ചേർത്തണച്ചുകൊണ്ട് നമ്മളെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ. അതുമാത്രമല്ല, വിസ്മയ ചാനലിനോട് ഒരുപാട് നന്ദി കടപ്പാടമാണ്. ഒരുപാട് കേസുകൾ, ഇഷ്ടംപോലെ കേസുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി അതുപോലെ അവിടെ ജീവൻ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അതുമാത്രമല്ല, പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയാണ് കടപ്പെട്ടിരിക്കുക റൈഹാൻ ചാറ്റ് അന്ന് ഇന്ന് എപ്പോഴും. കാരണം ഞങ്ങളുടെ വീഡിയോ വരുമ്പോഴൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് സഹായങ്ങളും തന്നിട്ടുണ്ട്. ഒരുപാട് പേരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അതുപോലെ ഈ വീഡിയോ ചേർത്തണച്ചുകൊണ്ട് നമുക്ക് വേണ്ട സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുക. ഇവരൊക്കെ ഈ ചെറുപ്പക്കാരൊക്കെ തികച്ചും സാധാരണക്കാരാണ്. ഇവരൊക്കെ അന്നുള്ള ജോലി നോക്കി, ചെറിയ ജോലിയൊക്കെ നോക്കി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നത്. എന്നിട്ടും ഇവർ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പങ്ക് ഇത്തരം ആളുകൾക്കൊക്കെ കൊടുത്ത് സഹായം മറ്റുള്ളവരിലൂടെ എത്തിച്ച് സഹായം വാങ്ങി കൊടുക്കാൻ വേണ്ടിയുള്ള അവരുടെ ആ ഒരു പ്രവർത്തനത്തിൽ ഈ വാർത്ത കാണുന്ന ഓരോ പ്രേക്ഷകരും പങ്കാളിയാകണം എന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.